ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴം കൊണ്ടുള്ളൊരു പുട്ടാണ്. അതിനുവേണ്ടി ഏകദേശം 1 ഗ്ലാസ് നിറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി വേണമെങ്കിലും എടുത്താൽ മതി. ഞാൻ ഇവിടെ പുട്ടുപൊടി എടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു വലിയ പഴുത്ത മാങ്ങ നന്നായിട്ട് അരച്ച് വെള്ളമൊന്നും ചേർക്കാതെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാമ്പഴത്തിൻ്റെ പൾപ്പും പുട്ടുപൊടിയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പുട്ടിന് കുഴയ്ക്കുന്ന പോലെ. നനവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ച് പുട്ടുപൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഏകദേശം 1/2 ഗ്ലാസ് പുട്ടുപൊടിയും കൂടെ വേണ്ടി വന്നേ. നന്നായിട്ട് പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. അതിനുശേഷം ഒരു പുട്ടുകുറ്റി എടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ലെവൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക, മാമ്പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഏറ്റവും മുകളിലത്തെ ലെയറിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഈ പുട്ടിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറികളോ ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. കറികൾ കൂട്ടിയും കഴിക്കാം, അല്ലാതെയും കഴിക്കാവുന്നതാണ്. മാങ്ങ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പഴുത്ത മാങ്ങ തന്നെ സെലക്ട് ചെയ്യുക. കുട്ടികൾക്കൊക്കെ വേണമെങ്കിലും നമുക്കിത് കൊടുക്കാം. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് ഇതുപോലത്തെ മാമ്പഴപ്പുട്ടും. അവർ ഫുഡൊന്നും കഴിക്കാതെ ഇതിങ്ങനെയുള്ള വെറൈറ്റി പുട്ടുകളൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കത് ഒത്തിരി ഇഷ്ടമായിരിക്കും. അവർക്ക് കാണാനായാലും കഴിക്കാനായാലും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പുട്ട് നിറച്ചതിന് ശേഷം നമുക്കിത് ആവി വെച്ച് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. കളറൊന്നും ചേർക്കാത്ത നമുക്ക് നല്ല മാമ്പഴപ്പുട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.